ഒരു ഉപരിതല അത്ര തന്നെയായിരുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ഇത് കിട്ടാനാണ് കുറച്ച് ചോദ്യങ്ങള് കാര്യങ്ങളും. അപ്പൊ എന്താ വെച്ചാലേ ഈ കുട്ടിക്കാലത്തെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാൻ പറ്റും. ഈ മേളത്തിലേക്ക് വരാനിടയായിട്ടുള്ള ആ ഒരു സാഹചര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു 5 വയസ്സ് മുതൽ ഞാൻ അന്തിക്കാടാണ് താമസം. അച്ഛൻ്റെ മലയാളത്ത് അവിടെ അച്ഛൻ്റെ ഒരു പെങ്ങൾ മാത്രമേ പോകും, വേറെ ആരുമില്ല. അപ്പം അവിടെ അമ്പലത്തിൽ അടിയന്തരമുണ്ടായി. അതിനായിട്ട് അവിടെ ഇങ്ങനെ കൂടേണ്ടി വന്നു. 5 വയസ്സ് മുതൽ സ്ഥിരം അവിടെയാണ്. ഒരു 30-35 വയസ്സ് വരെ അന്തിക്കാടുകാരനാണ്. അപ്പം ആ കാലത്ത് അച്ഛൻ ഇത്തിരി പാട്ടും ഒക്കെയുള്ള ആളായിരുന്നു. കൊട്ടും പാട്ടും എല്ലാം അറിയാം. ഒരു അമ്പലത്തിൽ വേണ്ട സർവ്വ അടിയന്തരാളികൾ നടത്താൻ ഒക്കെ അച്ഛനറിയാം. ആ കാലത്ത് അച്ഛനിൽ നിന്ന് ഞാൻ ഈ നിത്യനാഥ അമ്പലത്തിൽ പൂജ തൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അടിയന്തരങ്ങൾ അത് നടത്തേണ്ടതൊക്കെ അച്ഛൻ്റെ നിന്ന് പഠിച്ചു. അച്ഛൻ പഠിപ്പിച്ചു. കുറേശ്ശെ പാട്ട് പാടാനും ഈ അഷ്ടപതിയൊക്കെ പാടാനൊക്കെ കുറേശ്ശെ. അപ്പോൾ ഒരു 10-15 വയസ്സ് ആയപ്പോഴേക്കും അച്ഛൻ സുഖല്യാണ്ടായി. അച്ഛൻ സുഖല്യാണ്ടായിട്ടൊരു വാദമായിട്ട് കിടപ്പായി. അപ്പോൾ എനിക്ക് താമ്പോട്ട് പിടിക്കാൻ പറ്റിയില്ല അച്ഛൻ്റെ അടുത്ത് നിന്ന്. അങ്ങനെ ഞാൻ അവിടെ തന്നെ അന്തിക്കാട്ട് രാമകുട്ടിമാരെ എൻ്റെ അങ്ങോരടുക്ക് ഞാൻ തായമ്പോട്ട് പഠിച്ചു. ഒരു വിചാരിച്ച വിഷനൊക്കെ ആയിരുന്നു, നല്ല തായമ്പക്കാരനായിരുന്നു, മേളക്കാരനായിരുന്നു. അങ്ങോരടുക്കാണ് ഞാൻ തായമ്പോട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് അന്തിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം അവിടെ വെച്ച് തന്നെ ഉണ്ടായിരുന്നു. നവരാത്രി കാലത്ത് അരങ്ങേറ്റം കഴിഞ്ഞു. അതാണ് കുട്ടിക്കാലത്തെ ചരിത്രം അവിടെ വരെയുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങടെ അത്യാവശ്യം ചെണ്ടை കൊണ്ട് നല്ല കൊട്ടാൻ നടന്നുണ്ടെങ്കിൽ തമിഴ്നാടൊക്കെ അറിയില്ലേ, അങ്ങോരെ കൂടെയൊക്കെ കൊട്ടി ഈ മേളത്തിനെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കാൻ അതിൽ നിന്ന് അവർ കുട്ടുന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ മേളത്തിൻ്റെ രംഗത്തേക്ക് വന്നത്. ഈ രംഗത്ത് വന്ന് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അടുത്ത് തുടങ്ങി. ആദ്യം വക്കത്തായിരുന്നു, പിന്നെ കുറേശ്ശെ അടുത്ത് തുടങ്ങി. അങ്ങനെ അതിലൊരു വിശേഷം എന്താ വെച്ചാൽ വൈലൂർ ഉത്സവം അന്ന് 5 ആന പതിവായിട്ട് മുസാമ്പിക്ക് കാലത്ത് അച്ഛന് ഈ 15 വയസ്സ് പ്രായം ആ സമയത്ത് തന്നെയാണ്. ഈ 15 വയസ്സ് പ്രായം അന്ന് എനിക്ക് 10-30 വയസ്സായിട്ടുണ്ട്. അത് നടാടെയാണ് മേളം പ്രമാണം കുട്ടിയെ വളരെ. അദ്ദേഹം ഒരു ദിവസം മേളം കഴിഞ്ഞ് അപ്പം ഈ കാരണന്മാരൊക്കെ ഉണ്ട്, തമിഴ്മാരും ഈശ്വരന്മാരും എല്ലാവരും ഉണ്ട്. അത് മേളം കഴിഞ്ഞ് അതിനായി വരുമ്പോൾ ഞാൻ പത്തായപ്പയുടെ അടുത്ത് ഇരിക്കുന്നത് മുറുക്കിക്കൊണ്ട് മുറുക്കണം, എപ്പോഴും മുറുക്കാ ഇവിടെ വാ. ഞാൻ ചോദിക്കുന്നു, ഇത് വൈകുന്നേരം നിൻ്റെ മേളം. അയ്യോ, ഈ കാരണവന്മാരിലൊക്കെ ഇപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാനതിങ്ങനെ കൊട്ടറേ അതൊക്കെ ഞാൻ ചങ്ങോട് പറഞ്ഞതാ. നീ പൊക്കോ, വൈകുന്നേരം നിൻ്റെ മേള. അപ്പോൾ ഞാൻ നാടാനൊരു പ്രമാണം കൊട്ടനാട്ടോ. അപ്പോൾ കാരണന്മാരെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ സംഭവിച്ചു, അങ്ങനെ ആയിക്കോട്ടെ. ടീച്ചർമാരും ജമീന്മാർ കോഴന്മാർ ആനമാർ അവരൊക്കെ ഉണ്ട്. ഇന്ന് കേമായിട്ട് ഉത്സവം ഇന്നത്തെ 10-25 മേളം 5 ആന അങ്ങനെയൊക്കെ കേമായിട്ടുള്ള കാലമാണ്. അന്നാണ് ആദ്യമായിട്ട് ഒരു പ്രമാണം കൊട്ടാനായത്. ആ പ്രമാണം കൊട്ട് കഴിഞ്ഞിട്ട് വന്ന് അതിൻ്റെ ഒരു മുണ്ടും കയ്യിലൊണ്ടൊരു മുണ്ട് ആദ്യമായിട്ട് പ്രമാണം കൊട്ടിയിട്ടൊരു മുണ്ട് കിട്ടിയത് അതിൻ്റെ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഉയർച്ച ഉണ്ടായിട്ടുള്ളൂ, പിന്നെ കീഴ്പ്രശ്നം ഉണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ദിക്കിലും അത്യാവശ്യം ആൾ വിളിച്ചു തുടങ്ങി, കൊട്ടാൻ പോയി തുടങ്ങി, പ്രമാണിയായി തുടങ്ങി. അതിന് ആദ്യം പക്കത്തായിരുന്നു, പിന്നെ നെറ്റിലേക്ക് വന്നു. അങ്ങനെയാണ് ഉണ്ടായത്. അതിൻ്റെ ആ ഒരു പുരോഗതി അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ ഞാനൊരു ചെറിയ പ്രമാണിക്ക് ആയിട്ടൊക്കെ വന്നു. ഇനി എന്താണ് അപ്പൊ ഈ അരങ്ങേറ്റം പ്രമാണമായിട്ട് വൈലൂരിന്നാണ് ഉണ്ടായത്. വൈലൂരിന്നാണ് അരങ്ങേറ്റം ഉണ്ടായത്. ഈ മേളത്തിന് മറ്റൊരു അണ്ടിക്കാട്ടാണ് അരങ്ങേറ്റം. ഈ അതിനിടയ്ക്ക് കുറേശ്ശെ കൊട്ടാനും പോകും. അമ്മി ചെണ്ടൊറ്റ കാശ് കുറവാണ്, ചെണ്ടൊറ്റ കാശ് കുറവാണ്. അപ്പൊ തിവലയും കൂടി കൊട്ടും. ചെണ്ടയും തിവലും എല്ലാമെങ്കിലും പഞ്ചവാദ്യങ്ങളെങ്കിലും തിവലയും കൊട്ടും, ചെണ്ടയും കൊട്ടും, എല്ലാം കൊട്ടും. അങ്ങനെ കുറെ കാലം കൊണ്ടുവരണോ. അതിലാണ് കാശില്ല, ചെണ്ട കൊട്ടിയ കാശില്ല. ചെണ്ട കൊട്ടിയ 3 രൂപ കിട്ടുന്നെങ്കിൽ തിവല 6 രൂപ കിട്ടും.
അപ്പൊ വില കൊണ്ടുവരുന്ന കുറച്ചൊക്കെ വില പഠിച്ചതൊന്നുമല്ല കളിയാക്കും ഗുരുനാഥിലാണ് വിദ്യ നമ്മുടെ ഈശ്വരമാനെ കളിയാക്കാറുണ്ട് അവർ ഗുരുനാഥിലാണ് വിദ്യ എല്ലാം കൊട്ട് പഠിച്ചിട്ടില്ല ഇവരോട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ കൊട്ടാറുണ്ട് ഇവരെ കൊട്ടാറുണ്ട് എല്ലാവർക്കും കൊട്ടും ആശാലർക്ക് കൊട്ടിയിട്ടുണ്ട്. ഈ ഗുരുക്കന്മാരെ ആരൊക്കെയാണെന്ന് പറയോ? ആ ഗുരുക്കന്മാരിലാണ് എനിക്ക് കാര്യമുള്ള ഗുരു അധികാരം രാമൂട്ടിമാരാണ്. പിന്നെ അച്ഛനാണ്. അച്ഛനാണ്. അച്ഛൻ പിന്നെ മരിച്ചു പോയല്ലോ. അച്ഛനെ വലിയ താമസം മരിച്ചു. എനിക്കൊരു 10-18 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛൻ ഇരിക്കുന്നെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ പലരും മനസ്സിലാക്കാണ്ടായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. പിന്നെ നമ്മുടെ ചക്രമാനെ പാട്ടൊക്കെ പാടുന്ന അങ്ങോട്ട് അടുത്ത് കുറച്ച് ദിവസം അങ്ങോട്ട് താമസിക്കണ്ട. അപ്പോൾ ഞാൻ അവിടെ നിന്ന് താമസിച്ച് കുറച്ച് ദിവസം പാട്ട് പിടിക്കുക അങ്ങോട്ട് എടുക്കാൻ കുറച്ച് ദിവസം പാട്ട് പിടിക്കുക. അത് കാരണം ഈ സോമാനത്തെ പാട്ടിൻ്റെ രീതി എനിക്ക് കിട്ടി. മറ്റൊരു ഞാൻ ഈ കുറച്ച് കർണാട്ടിക് സംഗീതത്തിൻ്റെ രീതിയിലായിരുന്നു. കാരണം ഞാൻ കുറച്ച് ദിവസത്തിൽ രാമസാരിയിലായിരുന്നു. ആ രാമസാരിയിലൊക്കെ പാട്ട് പിടിക്കില്ലേ. അപ്പം അത് ഈ സംഗീതം മറ്റേ കർണാടക സംഗീതമല്ല അച്ഛനൊക്കെ പഠിച്ചത് അത് അത്ര ആയിട്ടില്ലെന്നേ. അത് കാരണം അതിന് എന്താണെന്ന് മനസ്സിലാവാൻ സാധിച്ചില്ലാതെ പിന്നീട് ഈ രാമസാരിയിൽ പഠിച്ചപ്പോഴാണ് അതിനൊരു കർണാടക സംഗീതത്തിൻ്റെ അത് കഴിഞ്ഞ് ഈ ശോഭാനത്തിൻ്റെ രീതിയിൽ വരണമെങ്കിൽ അത് നോക്കിയപ്പോൾ മോരടുത്ത് പറ്റും. ചക്രവാന്റെ അടുത്ത് പോയിട്ട് ഒരു 2 മാസം മോരടുത്ത് പോയിട്ട് പാട്ട് പഠിച്ചു. അപ്പം ആ ശോഭാന രീതി കുറച്ച് കിട്ടിയത് പറയുന്നതാണ്. ചെല്ലുമ്പോ കർണാട്ടിക് പാടില്ല. അത് ശരിക്കും ശോഭാന രീതിയാണ്. അത് അങ്ങനെ ചെല്ലാവൂ അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. ഈ ശങ്കരമാൻ എന്ന് പറഞ്ഞത് ശങ്കരമാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മേളം കൊട്ടൊന്നുമില്ല. അടിയന്തരാദികള് വിശ്വരി പാടി അങ്ങനെയുള്ള കർത്തത്തെ കണ്ടെന്നാവും രാപ്പാടൊക്കെ വിശ്വരിക്കും. അടിയന്തരാദികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ക്യാമറയായിട്ട് നടത്തും. മേളം അതുപോലെ ഈ പഴയ തലമുറയിലത്തെ പ്രഗത്ഭന്മാരുടെയൊക്കെ ഒപ്പം കൊട്ടിണ്ടാവൂലോ. ആരുടെയൊക്കെ ഒപ്പം കൊട്ടാൻ ഇവിടുത്തെ നാരായണന്റെ കൂടെ നമ്മുടെ കാരണന്മാരുടെ കൂടെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾക്ക് ബന്ധപ്പെട്ട ആൾക്കാരായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. അതിലൂടെ ഒരുമിച്ചുള്ള കൊട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ട് മറ്റേ വടക്കന്തിക്കുള്ള അവിടെ പോയിട്ട് കീഴൊന്നും കൊട്ടിയിട്ടില്ല. അവിടെയൊക്കെ പ്രമാണിമാർ അങ്ങനെ ഉണ്ടായിരുന്നു. വടക്കന്തിക്കില് അതൊക്കെ പ്രമാണിമാരുണ്ട്. പക്ഷെ അതൊക്കെ അത് മേളത്തിന്റെ കാര്യത്തിലല്ല. ഒക്കെ ഇവിടെ തന്നെ മേളൊക്കെ തൃശ്ശൂരാണ്. തൃശ്ശൂരിന്റെ മേള കിടക്കുന്ന ഇവിടെയാണ്. മേളത്തിന്റെ ആ ഒരു ഉത്ഭവം തന്നെ അതിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. കൊണ്ടാരത്തിൽ വരാത്ത ഒരു രാമോരാരെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വരാത്ത ഊരകത്ത് അവർക്കായിരുന്നു അടിക്കുക. ഇവിടെ അടിയില്ല 3 അടിയന്തരക്കാർ ഇവിടത്ത്. അതിലൊരാൾ ഈ രാമോരാരായിരുന്നു. ആ കാലത്ത് മലവങ്കലത്ത് നമ്പൂരി കുറച്ച് കൊട്ടുഭ്രാന്തൊക്കെ ഉള്ളത് ഒരു നമ്പൂരി. അത് മറ്റേ ശംഭുകാരനൊന്നല്ല. ആ കുറച്ച് കൊട്ടുഭ്രാന്തും ഇതൊക്കെ ഉള്ള ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഈ രാമമാരാരും കൂടിയിട്ടാണ് ഈ പഞ്ചായത്ത് മേളം ചിട്ടപ്പെടുത്തിയത്. ചരിത്രം അത് ഊരകത്ത് അമ്പതിലൂടെ പൂരത്തിന് പെരുമത്ത് നടന്നതിന് ആദ്യം പൊട്ടിയത്. കേരളത്തിലെ പഞ്ചാരി ആക്കിയായിട്ട് പൊട്ടിയത്. ഈ പഞ്ചാരി മേളം ഉണ്ടാക്കിയത് ഇവർ രണ്ടാളും കൂടിയിട്ടാണ് അത് ഉണ്ടാക്കി. ഈ ഊരത്തിന്റെ പൂരത്തിന് പെരുമത്ത് നടന്നതിന് ആദ്യമായിട്ട് പൊട്ടിയിട്ടുള്ളത്. അതാണ് ഊരത്തിന്റെ പൂരത്തിനുള്ള പ്രാധാന്യം. അതാണ് പെരുമത്തളവിൽ എത്ര പൂരം നടന്നാലും ഊരത്തിന്റെ പ്രാധാന്യം ഒരു പൂരത്തിനില്ല. അത്ര ഇതാണ്. അതിതാണ് ഈ പഞ്ചായത്തി പറഞ്ഞ ഉത്ഭവം. മനസ്സിലായിണ്ട? അപ്പൊ അങ്ങനെ ആ പഞ്ചായത്തിന്റെ ചരിത്രം മേളത്തിന്റെ ചരിത്രമാണ്. അല്ല അപ്പൊ അതേവരെ എങ്ങനെയായിരുന്നു അതിന്റെ രീതി എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു അപ്പൊ ഈ ഊരത്ത് നടവഴിയിൽ കൊട്ടണത് വരെ മേളത്തിന്റെ ഒരു രീതി അന്നൊരു മേളത്തിന്റെ രീതി പാണ്ഡ്യ പ്രാധാന്യം. അതിന് ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞുതരാം. പെരുമത്ത് പൂരത്തിലൂടെ എല്ലാ പൂരം വരുമ്പോൾ പാണ്ഡ്യ ആദ്യം കൊട്ടണേ അല്ലേ? പാണ്ഡി കൊട്ടി
കുഴപ്പത്തിൽ കൊമ്പുവെച്ച് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തുടങ്ങണം. ഏത് പൂരത്തിനും അറേഷൻ തന്നെ മുഴുവൻ പാണ്ടിയാണ്. മറ്റുള്ള പൂരങ്ങൾക്കൊക്കെ പാണ്ടിയാണ് ആദ്യം തുടങ്ങുക. പാണ്ടി കുറച്ച് കൊട്ടിയിട്ട് അത് നിർത്തിയിട്ട് പിന്നെ കുഴപ്പറ്റും കൊമ്പ് പറ്റും. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പഞ്ചായത്ത് തുടങ്ങുക. അതാണ് ഇവിടെ പാണ്ടി ആദ്യം ഉണ്ടായിരുന്നത്. ചെമ്പട ഇടുക്കി തുടങ്ങിയത് ആദ്യം ചെമ്പടയാണ്. എന്താ കാരണം വെച്ചാൽ ഈ ഞങ്ങളുടെ ഈ അമ്പലത്തില് ഈ ശ്രീബോധ ബലി, ഉത്സവ ബലി ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ ചെമ്പട താളത്തിലാണ്. ചെമ്പട താളം, ത്രിപുര താളമുണ്ട്, രണ്ടുണ്ട്. അത് ചെമ്പട താളത്തിനാണ് പ്രാധാന്യം. ആ ചെമ്പട താളത്തിന് ഈ ശ്രീബോധി കൊണ്ടുള്ളതൊക്കെ അങ്ങനെയുള്ള ഓരോ സംഗതികളും അമ്പലത്തിൻ്റെ അകത്ത് നടക്കുന്ന ഓരോ സംഗതിയും ചെമ്പടയാണ്. ഈ ചെമ്പട എന്ന് പറഞ്ഞാൽ ആദിതാളാണ് ശരിക്കും ചെമ്പട. ആ ചെമ്പടയിൽ മേളം ആദ്യം കൊട്ടിയിട്ടുള്ളത്, ആദ്യം മേളം കൊട്ടിയിട്ടുള്ളത് ചെമ്പടയിലാണ്. അത് കാരണം ഈ കളവ അല്ലെങ്കിൽ മേളം കൊട്ടിലൂടെ അത് ചെമ്പടയാണ്. അതിന് കിട്ടാൻ പറഞ്ഞ ഈ ചെമ്പട കൊട്ടിയിട്ട് നല്ല പാണ്ടി കൊട്ടിട്ടുണ്ടോ നോക്കും. അതായത് ഒരു പാണ്ടി ആദ്യം തുടങ്ങണില്ല, അതിന്റെ 6 അവസാനം കൊടുക്കണേ ഉള്ളൂ. മറ്റൊക്കെ ഒരു ചെമ്പട ആദ്യം കൊട്ടിയിട്ട് പാണ്ടി. അതാണ് ചെമ്പടയാണ് ആദ്യം ഉണ്ടായത്. ഈ 2 താളങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ഈ അടിയന്തരാദികൾക്ക് ഉപയോഗിക്കുന്നത്. ഈ ത്രിപുര. പിന്നെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പാണ്ടിക്ക് മുമ്പ് ചെമ്പട പാണ്ടി തുടങ്ങുന്നതിന് മുമ്പ് ചെമ്പട കൊട്ടിയിട്ട് വേണമെന്ന് പറയണ്ടല്ലോ. അതുപോലെ ഈ ചെമ്പട പഞ്ചാരി കഴിഞ്ഞിട്ടാണല്ലോ ചെമ്പട കൊട്ടണത് സാധാരണ. ഈ പാണ്ടിക്ക് മുമ്പ് ചെമ്പട കൊട്ടുണ്ട്, അതുപോലെ ഈ പഞ്ചാരി കഴിഞ്ഞിട്ട് ചെമ്പട. ചെമ്പട കൊട്ടാണെന്ന് നിർബന്ധമൊന്നുമില്ല. പഞ്ചാരി 5ാമത്തെ കാലം പഞ്ചാരി കഴിഞ്ഞ ചെമ്പട പക്ഷെ ഒന്ന് കൊട്ടണം. ആ മുറിയണന്നുണ്ട്. 5ാമത്തെ കാലം മുറിയണ കൊട്ടിയിട്ട് പഞ്ചാരി കലാശിക്കാവും. അത് നിർബന്ധമുണ്ട്. അല്ലാതെ മറ്റൊന്നുമില്ല. പഞ്ചായത്ത് തീരോടുകൂടി കലാശിക്കണ ഒരു ആവശ്യമില്ലെങ്കിലും പഞ്ചായത്ത് ആ പഞ്ചായത്ത് തീരെ ചെമ്പട അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് പാണ്ടി. ഈ പാണ്ടി എന്ന് പറഞ്ഞാൽ ആ പാണ്ടി എന്ന് പറഞ്ഞ താളമില്ല, ശരിക്കും അടന്തയാണ്. അടന്തയാണ് ആ താളം. അത് പല രൂപത്തിൽ നടയാണ്ടാക്കണം. അപ്പൊ പാണ്ടി എന്ന് പറഞ്ഞൊരു താളം കേട്ടിട്ടുണ്ട്, ആരും പറഞ്ഞിട്ടില്ല. ചില ചെടികളൊക്കെ പാണ്ടി എന്ന് പറഞ്ഞതല്ല. അപ്പൊ ശരിക്കും പറയാ വെച്ചാൽ പാണ്ടി എന്ന് പറഞ്ഞാൽ അടന്ത താള. അതായത് 7 അക്ഷരത്തിൽ അവസാനിക്കുന്ന വരുന്നത്. അത് ഒരു രൂപം അതിനുണ്ടാക്കി, പാണ്ടി രൂപം ഉണ്ടാക്കി പാണ്ടി കുട്ടി. ഇതാണ് എനിക്ക് അടന്തയാണ് താളം. അങ്ങനെയാണ് അതിന്റെ മേളത്തിന്റെ ഉത്ഭവങ്ങളാണ്. അതുപോലെ ഈ പഞ്ചാരിക്ക് നമ്മുടെ ഈ മധ്യ കേരളത്തില് നല്ലൊരു സ്ഥാനമുണ്ട്. അതേ മട്ട് ഈ ചമ്പയ്ക്കോ ധ്രുവത്തിനോ അടന്തയ്ക്കോ ഒന്നും കൊട്ടുണ്ട് അവിടെ ഇവിടെ ഇല്ലാന്നല്ല, ഒരു സ്ഥാനം അതിങ്ങനെ കേമായിട്ട് പൊന്തി വരുന്നൊന്നും കാണാനില്ല. അതായത് വേറൊന്നല്ല, ചെറിയ ചെറിയ മേളങ്ങളാവുമ്പോഴേ ഇതൊക്കെ കൊട്ടാൻ പറ്റുള്ളൂ. വലിയ മേളമാകുമ്പോ ഒരു 4 മണിക്കൂർ കൊട്ടണം ഈ മേളങ്ങളൊന്നും കൊട്ടാൻ പറ്റില്ല. അത് പഞ്ചാരി പാണ്ടി കൊട്ടാനേ പറ്റുള്ളൂ. ഈ അടന്ത ധ്രുവം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കൂടി വന്നവരോ 1.5 മണിക്കൂർ അത് കഴിഞ്ഞാൽ കൊട്ടാൻ പറ്റില്ല. അതാണ് അതിനൊരു നടപടി ഇല്ലാത്തത്. പിന്നെ വേറെ ഒന്നും കൂടിയിട്ട് ഇതിന്റെ അത്ര ആസ്വാദ്യതാവില്ല. പഞ്ചാരിയുടെ അത്ര കൊഴുപ്പ് അത് വേറെ കേൾക്കുന്നവർക്ക് അത്ര സുഖമില്ല. ഈ 2 കയ്യിൽ എന്നാ അതിനൊരു വിശേഷം ചിലയിലുണ്ടായിരുന്നു. ഈ കുട്ടനെല്ലൂര് പൂരം പുറപ്പാടിന് അവിടെ അകത്തുനിന്ന് കൊട്ടി ഇട്ട് കുടിക്കുക.
ഒരു കയ്യിൽ കോലും ഒരു കയ്യായിട്ടുള്ള അടന്തയായിട്ട് ശരി കയ്യിൽ നിൽക്കുന്ന കയ്യോലെന്നുള്ള ഞാൻ കേട്ടോ. കയ്യോലല്ലേ? കയ്യോല ഒരു കയ്യിൽ കോലല്ലേ? കയ്യും കോലാണ്. പിന്നെ ഞാൻ കൊട്ടിയിട്ടുള്ളതാണ് എനിക്ക് അതല്ലേ ഞാൻ കൊട്ടിയിട്ടുള്ള ഒരു കളിയുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവരൊക്കെ അവർ കയ്യും കൂലിയിട്ട് അങ്ങനെ അവർ നിൽക്കുന്ന മാത്രം ഈ അടന്ത കയ്യും കൂലിയായിട്ട് കുറച്ചാണ് കുട്ടന്നൂർ മാത്രം. അത് ഇപ്പൊ ഉണ്ടോ ഇല്ല കയ്യും കൂലിയായിട്ട് അങ്ങനെ നിൽക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നൊക്കെ ഈ 2 കിലോ കൊടുത്തിട്ടുള്ള കുട്ടിന്റെ ടീച്ചർമാരെ കഴിഞ്ഞപ്പോ കണ്ടതാണ്. തന്നെയാണ്. പിന്നെ ഒരു ഇതുള്ളത് ഒരു നല്ലൊരു പഞ്ചാരി മേളം, അതിനൊരു ഒത്ത മേളത്തിന് വേണ്ട എണ്ണങ്ങളൊന്ന് വിവരിക്കാം. എണ്ണങ്ങള് ആൾക്കാരെ അതെ ഇനങ്ങള് ഒരു ഒത്ത മേളത്തിന് വേണ്ട ആൾക്കാർ 120 ആളുകൾ. അതായത് 60 15 കുഴ 15 കൊമ്പ് 30 താളം 30 താളം. ഇതാണ് ശരിക്കും ഒരു കണക്ക്. അത് ഇട്ട് കൊട്ടിയാലേ ഏത് നിയന്ത്രിക്കാൻ പറ്റും. ഇത് കൂടുതൽ 100 എണ്ണ 250 എണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യമില്ല, അത് വെറുതെയാണ്. ഇത് വിളിച്ചവരെ പിന്നീട് വർത്താൻ പറഞ്ഞു നിൽക്കാം. താളം പിടിക്കണമെങ്കിൽ പഞ്ചാരി 10 നാഴിക അറിയിച്ച ആൾക്കാരവിടെ കൊട്ടാവും. 10 നാഴിക പഞ്ചാരി 10 നാഴിക കൊട്ടണം. എന്നാലേ ആ പഞ്ചാരി മുഴുവനായിട്ട് നിങ്ങള് കൊട്ടാൻ പറ്റുള്ളൂ. ശരിക്കും അതിന്റെ ഭംഗി മുഴുവൻ കിട്ടണമെങ്കിൽ 10 നാഴിക കൊട്ടണമെന്നാണ് നിയമം, പഴയ നിയമങ്ങള്. അപ്പൊ ഒരു 2.5 മണിക്കൂറല്ലേ വരുള്ളൂ? അല്ല 24 മിനിറ്റ് അല്ലേ? 10 കഴിയാ അല്ലേ? പക്ഷേ 10 നാഴിക എന്ന് പറഞ്ഞാലേ ഈ 4 മണിക്കൂർ 24 മിനിറ്റ് ആണല്ലോ. അപ്പൊ 240. അല്ല ഈ 4 മണിക്കൂർ എന്ന് പറഞ്ഞാലേ എനിക്കത് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. പഞ്ചാരിയുടെ ശരിക്കും തമ്മിൽ 3-3.5 മണിക്കൂർ മാക്സിമം. പഴക്കാല 4 മണിക്കൂർ കുട്ടികളുടെ ആദ്യം 4 മണിക്കൂർ പഞ്ചായത്ത് പൂരത്തിന് 4 മണിക്കൂർ കുഞ്ഞിഷ്മാരുടെ കാലത്ത് ഓരോരുത്തർ കുഞ്ഞിഷ്മാരുടെ കാലത്ത് 4 മണിക്കൂർ പഞ്ചായത്ത് വിട്ട ഞാൻ ഒപ്പം കൊട്ടിട്ടുള്ള. അല്ലെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങ് ശാസ്താവിന്റെ മേളത്തിന് 4 മണിക്കൂർ തികച്ചു ക്ക് തുടങ്ങിട്ട് 10:30 10:45 വരെ ശരി ഇടക്കുഞ്ഞേക്ക് 2 മണിക്കൂർ ഇടക്കുഞ്ഞെ ഇടക്കുഞ്ഞ എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. കാരണം ഭാര്യമാര് പറയും പുഴ പറഞ്ഞിട്ട് 45 കളാശം വേണം. ഭാര്യമാര് പുഴ പറഞ്ഞ് 45 കളാശം വേണം. അത് അവരുടെ തൃപ്തിക്ക് അതെ ഒന്നിച്ച് 1.5 മണിക്കൂർ 1.5 മണിക്കൂർ 5ാമത്തെ കാലം എന്തായാലും ആകെ സമയം അനുസരിച്ച് ഓരോ അത് ശരിയാ. 4:45 വെളുപ്പാകാലത്ത് 4:45 4:15 കഴിഞ്ഞിട്ട് 6:15 അവന്റെ മേളം. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം എന്താണ് അതിന്റെ ആസ്വാദ്യതയുടെ ഒരു പ്രശ്നം. ഈ 4 മണിക്കൂറായി കഴിഞ്ഞാലേ ശരിക്കും നമ്മളെ ലയിച്ചു കൊട്ടുന്ന ആ ഒരു മധുരം ഇത് കിട്ടില്ല. സമയം കിടക്കുന്നീകാണ് സത്യം പറഞ്ഞ 2 മണിക്കൂർ പതികാലം എന്ന് പറയുമ്പോ 2 മണിക്കൂർ മനസ്സിൽ ഉദാഹരണമാണ്. നമ്മള് 3 മണിക്കൂർ നമുക്ക് വണ്ണം മനസ്സിൽ 3-3.5 മണിക്കൂർ ശരിക്കും ഒരു 4 മണിക്കൂർ പരിഹാരം കൊട്ടാം. അത് ഒരു 30-35 മിനിറ്റ് രണ്ടാമത്തെ കാലം. ഇതൊക്കെ ഒരു 25-30 അത് കഴിഞ്ഞ് 5ാമത്തെ കാലം 30 മണിക്കൂർ കൊട്ടാം. അത് പാകായിട്ട് ചക്രവളങ്ങര കാണാണ്ട്. ചക്രവളങ്ങര ബഹുപാക.
അല്ല ഇത് ഞാൻ 2 മണിയാകുമ്പോഴേക്കും തുടങ്ങിയാൽ ഒരു 5:15 5:30 മേളം കഴിയും. ബഹുഭാഗം കറക്റ്റ് 3 മണിക്കൂർ പഞ്ചായത്ത് ഒതുങ്ങിയൊരു സമ്പ്രദായമാണത്. 1 മണി 1:30 തുടങ്ങുമ്പോ 5 മണി വരെ അപ്പൊ ഏകദേശം 3 മണിക്കൂർ. അതുപോലെ ഒന്നേ ഈ കൂടി കഴിഞ്ഞാല് ഈ സാധാരണ ആസ്വാദകന് കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കില്ലേ? ഈ 4 മണിക്കൂർ ഇപ്പൊ അത്രയും ഈ വിശാലമായിട്ടുള്ള അത് മേളം മൊത്തത്തിൽ ഉൾക്കൊള്ളാൻ ഒരു പറ്റായ വരില്ലേ? കുറച്ച് അതായത് 4 മണിക്കൂറും 4 മണിക്കൂറിൽ കൂടുതൽ മേളായ ഈ കേൾക്കണവർക്ക് മുഷിയില്ലേ? ആസ്വദിക്കുന്ന ആളൊക്കെ മുമ്പിൽ നിന്ന് ചാടിക്കൊള്ളുന്ന ആളില്ലേ, അവർക്ക് വേണ്ടി ഒരു മേളം കൊണ്ട് കിട്ടപ്പോ ചിലത് അവർക്ക് മുഷിയില്ല. പക്ഷെ അതിന് ശരിയായിട്ട് മേളം ആസ്വദിക്കുന്ന അതൊക്കെ അതെ അത് വേണല്ലോ. അത് വേണല്ലോ. കമ്മിറ്റിക്കാരെ തീർച്ചയായിട്ടും നമ്മളെ ചെയ്യണം. പക്ഷെ അത് നമ്മളെ നഷ്ടപ്പെടുത്താൻ അല്ലാതെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോഴേ പഴയ കാലത്ത് തന്നെ കുഞ്ഞിഷ്ടമാരൊക്കെ ഉള്ള കാലത്ത് കുട്ടലൂരൊക്കെ അങ്ങനെ പൊട്ടണമെന്ന് പറയണം. അപ്പൊ പിന്നെ എങ്ങനെയാ അങ്ങനെ പറയാൻ കാരണം? 4 മണിക്കൂർ ഇത്രയും കൂടുതലാകുമ്പോ അത് ബോറടിക്കും എന്നുള്ളൊരു സ്റ്റാൻഡില് അപ്പൊ 1.25 മണിക്കൂറേ കൊട്ടാവൂ എന്ന് പറയുമ്പോ 4 മണിക്കൂർ അടിക്കണേ 2 മണിക്കൂറൊക്കെ പരിഹാരം കൊട്ടിയാലേ എത്തുള്ളൂ. കുഞ്ഞിഷമാരൊക്കെ ഉള്ള കാലത്തെ കുട്ടലൂര് 4 മണിക്കൂറും കുറച്ചും കൂടിയൊക്കെ കൊട്ടിയിരുന്നു എന്ന് പറയണ. 4 മണിക്കൂർ കൊട്ടിയിട്ടുണ്ട്. അത് ഈ മേളം കൊട്ടിന്റെ മർമ്മ പറഞ്ഞ ആളായിരുന്നു അദ്ദേഹം. മേളം കൊട്ട് എന്താണെന്ന് ഇങ്ങനെ ഒരു മാരാരുണ്ടായില്ല പറയുന്നത് കുഞ്ഞിഷമാരെ പോലെ. അതായത് അതിന്റെ ചില മർമ്മങ്ങള് അങ്ങോട്ടൊക്കെ അറിയാം. അങ്ങനെ നാടുമാരാരെ ഇങ്ങോട്ട് വയ്യാണ്ട് ചെയ്യും. അപ്പൊ നാടുമാരാരെ പ്രഭാതിയായിരുന്നു അവര് കുടുംബത്തെ നാടുമാരെ പ്രഭാനം അങ്ങോട്ട് ഈ നാടുമാരെ കുഞ്ഞാവിനെ കുഞ്ഞിമാരുടെ അടുത്ത് പൊട്ടുപിടിച്ചാണ്. അങ്ങനെ ഇട്ട് ചെന്ന് രക്ഷണയൊക്കെ ചെയ്ത് എന്നിട്ടൊക്കെ അന്ന് വന്ന് അപ്പൊ അങ്ങോട്ട് മുമ്പിൽ ഒരു കസാരയിട്ട് അവിടെ വന്നിരുന്നു ഒരറ്റത്ത്. ആ സമയമാകുമ്പോഴൊക്കെ ഒന്ന് നോക്കും. അപ്പൊ കാലന്മാരെ അങ്ങനെ ആദ്യത്തെ കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്നു. നാടുമാരെ ആ ജമ്മാന്തരം മേടിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ആദ്യത്തെ കൊല്ലം കഴിഞ്ഞു. 2ാമത്തെ കൊല്ലായപ്പോ എനിക്കൊരു സുഖമില്ലാത്ത കോതോരെ കിടപ്പ. കോതോരന് നമ്മളുടെ ഈ മലപ്പുറത്ത് അവിടെ കിടപ്പ. അപ്പൊ ഇങ്ങോട്ട് പകലെ പോയി കണ്ട് തൊഴിൽ പോന്നു. അപ്പൊ ഇന്നെ ജീവിതത്തിലൊക്കെ കൊട്ടിക്കോളോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. ഇതുവരെ അവിടെ വന്ന് മേളം കൊട്ടി ആ 3ാമത്തെ കാലം കഴിഞ്ഞിട്ട് ഈ നീങ്ങി അങ്ങനെ നീക്കണം. അതൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിൽ വിട്ട് അങ്ങനെ നീങ്ങുന്നു. ഇങ്ങോട്ട് അവിടെ കിടന്ന് മേളം ശ്രദ്ധിക്കുന്നോ ഓടോടെ കിടന്ന് ഈ മേളം ശ്രദ്ധിച്ചു. പിറ്റേ ദിവസം ഓണപ്പട കിട്ടിയത് കൊണ്ടുനടക്കാനായിട്ട് നാളെ നല്ല ആരോടിയോ നാടുകാരോട് ചോദിച്ചാൽ പോലെ നാളോ ഇന്നലെ ആരോടെ ഉണ്ടായിപ്പോ 3ാക്കാരെ കഴിഞ്ഞിട്ട് ആരോടെ ഉണ്ടായോ എന്താ അങ്ങനെ പറഞ്ഞ അല്ല 3ാക്കാരെ കഴിഞ്ഞിട്ട് പിന്നെ വേളൊന്നും കേട്ടില്ലേ ആ മർമ്മ എന്നെ കൊടുത്തൊരു കാര്യമുണ്ടായി. ഇരിങ്ങാലക്കുട കൊടുത്തതിന് ഇന്നൊരു പ്രമാണം ആയിട്ട് പൊട്ടുക. അപ്പൊ ഞാനൊരു കുട്ടിയാ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരാള് ഇടയ്ക്കിട്ട് അടിക്കുക ഈ മേളത്തിന് നാളെ പിടിക്കുന്നവര്. അപ്പൊ ഈ മണത്തിലൊരു ഈച്ചരമാരായിരുന്നു. അയാളാണ് അത് ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ അതിന്റെ ഇടയ്ക്ക് ഇന്നൊരു കൊറോണ ശ്രദ്ധിച്ചു. 5ാമത്തെ കാലമായി കൊറോണ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആളെ മനസ്സിലായി. ഇവരെ ചെണ്ടവിടെ വെച്ചു. ഇത്രയും ചെണ്ടാക്കുന്നതിനിടെ ഈ ആളെ മനസ്സിലാവണമെങ്കിലേ അതിന്റെ എന്തെങ്കിലും പമ്പാനാണ് ഓടിച്ച നീയാളെ കയ്യാൻ പറ്റൂ. എന്നിട്ട് അപ്പൊ പിള്ള നിർത്തിയില്ല. ഞാൻ നിർത്തിയില്ല പൊപ്പിള മർമ്മ അറിയുന്ന ആൾക്കാരൊക്കെ മലയാളത്തിന്റെ ഭയങ്കര അറിയില്ല അവരൊക്കെ. ഇന്നിപ്പോ അത് മനസ്സിലാക്കിയാലും പറയാൻ പറ്റില്ലല്ലോ. അവര് ഇങ്ങനത്തെ ചെയ്യാനുണ്ടാവും. അത് അതാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കൂടെ കൊട്ടിയുണ്ട്. കുഞ്ഞിഷമാന്റെ കൂടെ കൊട്ടിയുണ്ട്. ഈ പഞ്ചാരി ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ കേരളത്തില് കൊട്ടുമ്പോ ഒരു ഏകതയോട് കൂടിയിട്ട് കൊട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? എല്ലാ സ്ഥലത്തും പഞ്ചാരി കൊട്ടുമ്പോഴേ ഇപ്പൊ മേളം മൊത്തത്തില് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരു മേളം ഒരു ഏകതയോട് കൂടിയിട്ടാണ്. ഏകതയില്ല. അതെന്താണ്? മേളം വടക്കൻ ദിക്കില് മേളത്തിന് സന്ധിമേളം
സമ്പ്രദായം എങ്ങനെയാ വെച്ചാല് ഇപ്പൊ നടുക്ക് ഒരാൾ നിൽക്കണമെങ്കിൽ അതിൻ്റെ അവിടെ ഇങ്ങനെയുള്ള ഒരാള് പുറത്താള് അവന് കുറേ നേരം കിട്ടും, അവര് നിർത്തി ഇവര് കുറേ നേരം കിട്ടും. പഞ്ചാരി വേണം, പന്തി വേണമെന്നാണ് പറയാം. ഇങ്ങനെ ഒരു ജാതി റെസ്റ്റ് എടുക്കാൻ അറിയില്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഇന്ന് നടപ്പുണ്ട്. അല്ല ഈ ചോദ്യം അതല്ല, ഈ തൃശ്ശൂർ ദിക്കില് കൊട്ടണ രീതിയിലുള്ളത് തന്നെ വ്യത്യാസം ചോദ്യം. അതാ ചോദ്യം. ഒന്നാമത് കയ്യും കോലിയായിട്ട് കൊട്ടലില്ല. അത് അധികം അതല്ല ചോദ്യം. നമ്മുടെ ഇവിടെ കുറേശ്ശെ മാറ്റങ്ങളുണ്ടോ? കൂരത്തോ ഓരോ പ്രമാണിമാരുടെ ചില കൂട്ടല്ലൂരും ആ മേളത്തിന്റെ കണക്കിന് കണക്ക് പ്രമാണിമാരുടെ അനുസരിച്ച് കണക്കൂട്ടല് മാറ്റം ചെയ്യാം. കലാശങ്ങളുടെ ഇടയിലെ ഈ താളവട്ടങ്ങളുടെ എണ്ണത്തിൽ ഒരു ചെറിയ മാറ്റം ഇങ്ങനെ കാണാറുണ്ട്. അത് അതിനെപ്പറ്റി എന്താ ഒരു കലാശങ്ങളുടെ ഇടയ്ക്കുള്ള താളവട്ടം കഴിഞ്ഞാലാണ് മൂന്നാമത്തെ താളവട്ടത്തിന്റെ ആ കലാശം പഞ്ചായത്ത് നില പൊട്ടിട്ടില്ല, നിലയില് കലാശം തക്കിട്ടേക്ക് ആദ്യം നിലയായിട്ട് കൊട്ടി, നില കൊട്ടാൻ രണ്ട് അങ്ങനെ നാല് നിലയെ കൊട്ട. നില കൊട്ടി കഴിഞ്ഞാൽ തക്കിട്ടേക്ക് കിടക്കും. അതാണ് തക്കിട്ടേക്ക് കിടക്കുമ്പോ സാധാരണ രീതിയിലുള്ള. അതിനു മുമ്പ് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ ഇതെന്താ ഈ കാണിക്കുന്നത്, അതാണ് ഈ വ്യത്യാസം. എണ്ണങ്ങൾ ഇങ്ങനെ താളോട്ടങ്ങളുടെ അതെ കലാശം എടുക്കണ്ടില്ല, അതിന്റെ സ്ഥലം കലാശം എടുക്കണ പോയിന്റ് അതിനെ വല്ല മാറ്റം ഉണ്ടോ നോക്കണം. ഇപ്പൊ നിലയില് കലാശം എടുക്കണ്ടല്ലോ, അതും തക്കിട്ടേലിക്ക് അതിന്റെ മാറ്റങ്ങൾ എവിടെയാണ്? നിലയില് കലാശത്തുണ്ടും തക്കിട്ടേലിക്ക് കലാശത്തുണ്ടും മാറ്റം വരുന്നുണ്ട്. അതില്ല അല്ല അത് അപ്പമാരാര് കൊട്ടുമ്പോ മാറ്റം ഉണ്ടോന്നല്ല, അത് വേറെ ദിക്കില് അതുമാതിരി മാറ്റം ഉണ്ടോന്നല്ല, അതെല്ലാ ദിക്കിലും ഒറ്റമാതിരി. എങ്ങനെ രണ്ട് താളോട്ടം കഴിഞ്ഞാൽ ഒരു പറയാൻ പറ്റുമോ? അതെ ഈ ഒന്നര അതല്ലേ കലാശം എടുക്കുന്നത്, ഒന്നര താളവട്ടത്തിലല്ലേ കലാശം എടുക്കുന്നത്. ഒരു താളവട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഒരു താളവട്ടം പിന്നത്തെ കോഴിയിട്ടാണ്. അതെ അതിലല്ലേ കലാശം എടുക്കണം. മൂന്ന് താളവട്ടം വരും ഈ പരികാരത്തില്. മൂന്നാമത്തെ താളവട്ടത്തിന് കലാശം എടുക്കുന്നത്. അതാണ് 3 താളവട്ട കിടക്കും. അതായത് കൊമ്പുകാരെ കൂടി കഴിഞ്ഞാൽ ഒരു കുഴഞ്ഞിനെ കൊമ്പുകാരെ ഒരു താളവട്ടം കഴിഞ്ഞാൽ കുഴലൂരി, ആ കുഴലൂരി അവരൊരു താളവട്ടം കഴിഞ്ഞാൽ പിന്നെ കലാശം. 3 താളവട്ടം വരും. അതാണ് അതിന്റെ കണക്ക്. അതാണ് ചോദ്യം. അത് എവിടെയെങ്കിലും അതിൽ വ്യത്യാസം 3-4 ആർക്കുണ്ടോ ആരെങ്കിലും? അത് വേണമെങ്കിൽ പിന്നെ സമയം അതായിരിക്കും കൂട്ടണമെങ്കിൽ 11 കാലം 15 എണ്ണത്തിന് മാറ്റം ഭംഗി തന്നു. ഈ പണ്ട് കാലത്ത് ഇവിടെ ഈ പഞ്ചാരി ഉണ്ടാവാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. പഞ്ചാരി ഒരു കാലത്ത് ഇവിടെ ഈ ഉത്സവങ്ങള്, അങ്കുരാതി ഉത്സവങ്ങള്, ഗുജാതി ഉത്സവങ്ങള്, പടഹാദി ഉത്സവമാണ് ഇവിടെ. പടഹാദി ഉത്സവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭരണിവേലയ്ക്ക് ഇവിടെ എഴുന്നൂറ്റു പുറത്തേക്ക് അവിടെ ഒരു വണ്ടി കുട്ടി അകത്തേക്ക് കിടന്നു വഴി കഴിഞ്ഞു. ഇതാണ് പടഹാദി ഉത്സവം. ഇത് കഴിഞ്ഞ് ധ്വജാതി ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പൂരങ്ങൾ അത് ഒരു കൊടിമരം നാട്ടി, മന്ത്രങ്ങളൊന്നുമില്ല, ഒരു കൊടിമരം നാട്ടി പൂരം തുടങ്ങി. അപ്പൊ ആ ധ്വജാതി അവിടെ വന്നു. ഈ ധ്വജാതി വന്നതിന് ശേഷം അങ്കുരാതി തുടങ്ങിയിട്ടുണ്ട്. അങ്കുരാതി ഉത്സവം ശരിക്കും മുളയിട്ട് മുളകൊയ്യ് ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ മേളത്തിന് ചില പ്രാധാന്യങ്ങൾ ഈ സാധാരണ കൊട്ടുന്ന മേളത്ത് വിട്ട് മേളം വേണം എന്നൊരാഗ്രഹം. അതായത് മറുക്കകത്ത് കൊട്ടുമ്പോൾ ഈ പാണ്ടി കുട്ടിയെ ശരിയാവില്ല. ഈ പാണ്ടി പുറത്തെ പതിവുള്ളേ. ആ
ഈ പടഹാരൂത്സവത്തിനെ പാണ്ടി കൊടുത്ത അപ്പൊ ഈ മതുക്കകത്ത് മേളം കൊട്ടണമെങ്കിൽ അതിനൊരു മേളം ഉണ്ടാവണം എന്ന് അന്നത്തെ ആചാര്യന്മാരെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ പഞ്ചാരി മേളത്തിന്റെ ഉത്ഭവം അവിടെ നിന്നാണ്. അത് ശരി. ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് മറ്റുള്ള അടന്തരകളുടെ മാറന്തകളാണ് കൊട്ടുണ്ട് പഞ്ചായത്ത്. അപ്പൊ അതാണ് ഈ പാണ്ടിക്ക് പ്രാധാന്യം ഇതിനാണ്. ഈ പടഹാരൂത്സവം അത് ഇന്നങ്ങനെയല്ലേ പുറത്തേക്ക് ഒരു പാണ്ടി ശമ്പളം ഓട്ടി പോയി അവിടെ നിങ്ങൾ തിരിഞ്ഞിരുന്നോ ഒരു പാണ്ടി കിട്ടി കഴിഞ്ഞോ അതൊക്കെയാണോ നാട്ടിൽ പഞ്ചായത്ത് സമുദായം കൊണ്ടുപോകും. അതുണ്ട്. അല്ല ഇത് ഇപ്പൊ നമ്മളനുമതി ഇപ്പൊ എലിഞ്ഞിത്തറ മേളത്തിന് ഉള്ളിലുണ്ട് സമ്മതിക്കണോ, പക്ഷെ ഈ ഉള്ളില് പാണ്ടി കൊട്ടിക്കൂടാ എന്നുണ്ടോ? കൂടാതുണ്ട് ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. അത് ഇതാണ് ഞാൻ പറഞ്ഞ കാരണം. ഇപ്പൊ അവിടെ കൊട്ടലോ ഇത്ര വേണം കൊട്ടുണ്ടോ ശരിയാ, അത് പക്ഷെ അവിടുത്തെ അല്ലല്ലോ. അതല്ല അല്ല. അപ്പൊ ആർമക്കാവിന് വന്നാണ് അതാണ് എന്നെ കൂടുതൽ ഇവിടെ പാണ്ടി അതൊക്കെ തുടങ്ങുന്നു. അതിനെ കടന്നിട്ട് പോകുന്നു. അത്രയുള്ളൂ, അതിന് പ്രാധാന്യം അത്രയുള്ളൂ. ഒരു സംശയം കേൾക്കണ്ടായി, പാണ്ടിക്ക് കുറച്ച് രൗദ്രഭാവം കൂടുതൽ. അതെ, അപ്പൊ പഞ്ചാരി ആകുമ്പോ ഇത്തിരി സാത്വിക ഭാവമുണ്ട്, അതുകൊണ്ടാണ് ഇതാണ് അതിന്റെ കാരണം. ഈ പടഹാരൂത്സവങ്ങളാണ് അത് തുടങ്ങിയത്. അതിനാണ് ഈ പാണ്ടി കൂട്ടിയായിരുന്നത്. അത് കഴിഞ്ഞാണ് ഈ ധ്വജാരി അങ്കുരാരി ഒക്കെ തുടങ്ങിയത്. അവസാന ഘട്ടത്തിലാണ് അങ്കുരാരി ഉത്സവം തുടങ്ങിയത്. ഈ സാധാരണ ഉത്സവങ്ങള് ഓണയിട്ടുള്ള ഉത്സവങ്ങളുണ്ടല്ലോ, അതൊക്കെ അവസാന ഘട്ടത്തിലാണ്. ആദ്യം ഇതാണ്, അതായത് 1400-400 കൊള്ളായി കൊണ്ട് പൂരത്തിന്റെ പഴക്കം പറയണ്ടല്ലോ. 1400 കൊള്ളായി. അപ്പൊ അന്ന് ശരിക്കും പറയാൻ മറ്റേ ഉത്സവങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. അന്ന് ഈ പടഹാദിയായിട്ടാവും തുടങ്ങിക്കണത് അല്ലേ? അതായത് ധ്വജാരി ഉത്സവം എന്ന് പറഞ്ഞ പൂരം, നമ്മുടെ പൂരത്തിനുള്ള പറഞ്ഞ അന്നാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. മനസ്സിലായില്ല? അപ്പൊ അതിനുശേഷമാണ് ഈ അങ്കുരാരി ഉത്സവം, മന്ത്രങ്ങളോട് കൂടിയിട്ടുള്ള കൊടികയറ്റലും മുളപൂജ ഇതൊക്കെ പിന്നീടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചാരി മേള അന്ന് നിരൂപിച്ചത്. പ്രക്കാലത്ത് കൊട്ട ഇരിഞ്ഞാലക്കുട ഉത്സവമൊക്കെ ഈ അങ്കുരാരി ഉത്സവത്തിൽ കാലഘട്ടമല്ലോ, ഒരു 300-350 കൊല്ലത്തില് പഞ്ചാരി മേളത്തിന്റെ പറഞ്ഞ രാമമാരാരും ഈ തിരുവേലി മറ്റേ കാലഘട്ടം അതൊരു 300-350 കൊല്ലം അത്ര പെട്ടതായി. ഈ ഇരിഞ്ഞാലക്കുട ഉത്സവത്തിനൊക്കെ ഈ അങ്കുരാതി ഉത്സവല്ലേ പഞ്ചാരിയൊക്കെ കൊണ്ടുവന്നതല്ലേ? ഇരിഞ്ഞാലക്കുട ഉത്സവേ അങ്കുരാതി അല്ലേ എന്ന് ചോദിക്കാം. അതിന് ഇത്രയും പഴക്കണ്ട. പക്ഷേ ഈ ഇന്നത്തെ ഈ രൂപത്തിലുള്ള ഉത്സവം അത്ര തുടങ്ങിയിട്ട് അധികമായിട്ടും തോന്നില്ല. അത് ശരി. അതിന്റെ ആ സമ്പ്രദായം കാണുമ്പോ വഴക്കേണ്ട കാര്യം ശരിയാണ്. പക്ഷെ ഈ രൂപത്തിലല്ലാതെ ഇതിനു മുമ്പ് ഒരു നിഗമനം. അതിനെപ്പറ്റി അങ്ങനെ വല്ല പറഞ്ഞു കേട്ടോ? അല്ല എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പറഞ്ഞ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഊഹിക്കുന്നു. അത് മേളം കൊണ്ട് ഈ പഞ്ചായത്ത് മേളത്തിന്റെ പ്രാധാന്യം കൂടി നോക്കുമ്പോ ഈ ഇന്നത്തെ ഈ രീതിയിലുള്ള ഉത്സവം തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഉത്സവം പക്ഷെ ഈ രീതി രീതിക്ക് വ്യത്യാസം. ഉണ്ടാവാലോ. അല്ല അതിപ്പോ പ്രതികാരത്തിൽ കിട്ടിയിട്ടില്ല. അത് ഉത്സവം പഴയതാണ്. അല്ല വേറെ മേളാവാൻ കൊണ്ടുവന്നത്. ഈ മേളത്തിന് ഈ കുറുങ്കുഴലിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്ന് പലരും ഇങ്ങനെ പറയുന്നുണ്ട്, ചിലര് ധരിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രാധാന്യം ഒന്ന് പറയോ? അത് ഈ മേളം പഞ്ചാരി മേളം കൊട്ടുമ്പോ അതിന് ഇന്ന രാഗത്തിൽ ഊതാറുണ്ട്. ശരിക്കും പഞ്ചാരി മേളം കൊട്ടുപോകാൻ ശങ്കരാഭരണ രാഗത്തില് ഒരു ഊതണം. ചുമ്മാ ടി വി ശങ്കരാഭരണ രാഗത്തില്, അതായത് ആ മേളത്തും കൊട്ടിനോട് യോജിക്കണമെങ്കിൽ ശങ്കരാഭരണ രാഗത്തിൽ തന്നെ അത് വായിക്കാം.
കൊണ്ടുപോയി ഇന്നിപ്പോ വായിക്കുന്നത് ആരുമില്ല. അതിന്റെ രീതി അതാണ്. പിന്നെ കുഴക്കാരനാണ് ശരിക്കും മേളം നിയന്ത്രിക്കുന്നതിന്റെ ഒരാള് പ്രമാണി മാരാര്, ഒരാള് കുഴക്കാരനാണ്. കാരണം എന്താ, അയാളാണ് ഈ സിഗരറ്റിൽ കാണിക്കണേ. കലാശങ്ങൾക്ക് സിഗരറ്റിൽ കാണിക്കുന്നത് അയാളാ. ഇതിന്റെ കണക്ക് മുഴുവൻ അയാളുടെ കയ്യിലുണ്ടാവണം. വേറൊരു ഒരാളെ സംബന്ധിച്ച് കൊണ്ട് കാര്യമൊന്നുമില്ല. ആ മേളത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുള്ള ആളെ അവിടെ വന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ കണക്കാക്കണം, പ്രമാണി മാരാരെന്നെ കണക്കാക്കണം ശരിക്കും കുഴക്കാറില്ലെങ്കിൽ. അപ്പൊ എന്താ കുഴക്കാരന് നല്ലൊരു സ്ഥാനമുണ്ട്, കുടുംബത്തിന് നല്ലൊരു സ്ഥാനമുണ്ട് മേളത്തിന്. ഇതാണ് ആ. പിന്നെ സമയത്തിനനുസരിച്ച് രാഗങ്ങള് അങ്ങനെയുണ്ട്. ഇന്ന സമയത്ത് ആകെ മാറാവുന്നില്ലേ എന്ന രീതിയിൽ ഈ മേള പൊട്ടുന്ന സമയത്ത് ആ സമയത്തിനനുസരിച്ച് രാഗങ്ങള് മാറ്റാം. അങ്ങനെ സാധാരണ പഞ്ചായത്ത് കുട്ട ഉച്ച കഴിഞ്ഞ് ഒരു പൂരം നടക്കാച്ചാൽ ഉച്ച കഴിഞ്ഞ് പഞ്ചായത്ത് കാലത്തൊരു പഞ്ചായത്ത് സമ്മതിക്കാൻ പാടില്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ അപ്പമാരോടെ ചോദിക്കട്ടെ, മുണ്ടോളി കഴിഞ്ഞല്ലോ അപ്പമാരല്ലേ കുട്ടിയെ പകലെ സമ്മതിക്കാൻ അതിപ്പോ ആദ്യമായിട്ടാണ് തുടങ്ങിയപ്പോ ആദ്യമായിട്ടാണെങ്കിൽ അത് മാറാൻ ചെയ്ത് തെറ്റായില്ലേ? കാരണം എന്താ വെച്ചാലേ ബാക്കി ഇവരൊക്കെ നമ്മളല്ലേ അച്ഛൻ ചെയ്തതാ ഞാൻ ചെയ്തെന്ന് പറയില്ലേ? അത് മാറാനെന്നെ അത് പറ്റില്ല പറയണ്ടല്ലേ അവിടെ കുട്ടി. അതെന്താ കാരണം അവിടെ ഇപ്പൊ അത് മറക്കാത്തല്ലേ പാട്ടി കൊട്ടാൻ കൊടുത്തില്ലല്ലോ. പിന്നെ സൗകര്യമുള്ളൂ, പറ്റൂല. അപ്പൊ പഞ്ചായത്ത് കൊട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അല്ല അതിലെ ഒരു പോരായ്മയുണ്ട്. അതാണ് സമയത്തിനാണ് പ്രാധാന്യം. ഈ വെളുപ്പാങ്കാലത്ത് പഞ്ചാരി കൊട്ടുമ്പോ കൂടുതലൊരു ആസ്വാദ്യത വരുന്നത് ഇപ്പൊ ഒരു 3 മണി 4 മണി അങ്ങനെയൊക്കെ ഒരു അങ്ങനെ എന്തെങ്കിലും പകലല്ലാണ്ട് ഒരു നിശബ്ദമായിട്ടുള്ള സമയമുള്ള ഈ രാത്രി പഞ്ചാരിക്ക് എന്തെങ്കിലും വല്ല കൂടുതൽ നമുക്ക് കൊട്ടുമ്പോ സുഖോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വല്ല പ്രത്യേകത അല്ലെങ്കിൽ കൊട്ടാനുള്ള ആയാസം കുറയും രാത്രിയാകുമ്പോ അങ്ങനെ എന്തെങ്കിലും മതക്കേരളല്ലേ പഞ്ചായത്ത് പാട്ട് കൊട്ടാൻ പാടില്ല. കാലത്തോട്ട് പറ്റൂല. അപ്പൊ ഉച്ച കഴിഞ്ഞ് എഴുന്നള്ളിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ അവിടെ എനിക്ക് തീർച്ചയായി കൊട്ടണം ആയിക്കോട്ടെ. ശരിയാണ്. ഈ പരിപാടിയൊക്കെ വേണമെന്നുണ്ട്. നാളെ വിജയം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാ നമ്മള് തമ്മിൽ അങ്ങനെയൊക്കെ ആവാലോ. അതിന്റെ ഗൗരവമാണ് അടുത്ത ആൾക്കാർ നമ്മുടെ കാരണന്മാരെ അത് സമ്മതിക്കാൻ പാടില്ല. അല്ല ഇനി അത് പറ്റില്ലാന്ന് പറഞ്ഞൂടെ? ഇനി അത് പറ്റില്ലാന്ന് പറഞ്ഞപ്പോ അവര് സമ്മതിക്കണ്ടേ? ഇവിടെ എങ്ങനെയാ പറ്റുന്നത്? ആ പ്രശ്നം ഇവിടെ ഉണ്ട്. അതിപ്പോ അടുത്ത ആൾക്കാരെ സതീശനോടോ അല്ലെങ്കിൽ ആൾക്കാരെ ഏൽപ്പിക്കുമ്പോ സതീശൻ നീ പറ്റില്ല എന്ന് പറഞ്ഞേക്ക പോടോ തന്റെ അച്ഛൻ വിടുമെന്ന് പറയില്ലേ? പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അത്. ഇതിന്റെയൊക്കെ അങ്ങനെയുണ്ടോ? ഈ സമയത്ത് ഞാൻ ഇത് ആദ്യം കൊട്ടേ
ചേട്ടാ അവിടുന്ന് ഓടിപ്പിടിച്ച് നിങ്ങളുടെ ശങ്കരാഭരണം അല്ലാണ്ട് വേറെ ഏതൊക്കെയാ അല്ല പ്രധാനമായിട്ട് പിന്നെ ഏതൊക്കെയാ ഉപയോഗിക്കാന്നല്ല മുഖാരി പാടി താഴ്ന്നു ആ രാഗം അതൊക്കെ അതൊക്കെ ചില സമയത്തിനനുസരിച്ച് മാറ്റം വരുത്തും. പ്രധാനമായിട്ടും ഈ പ്രധാന ശങ്കരാഭരണം പഞ്ചാരിക്ക് ശങ്കരാഭരണം അത് സമയങ്ങള് വരുമ്പോ മാറ്റം വരുമ്പോ അത് മാറ്റിയിരിക്കാം. ഇപ്പൊ അത് നന്നായി വായിക്കണ ആരാ? ഉണ്ടായിരുന്ന കുട്ടപ്പടിക്കല ഇനിയിപ്പോ അതില് കൂടാൻ പറ്റിയ ആൾക്കാർ കുറവാണ്. ഉണ്ട്, ചിലരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇന്ന് കൊടുങ്ങലും ശബ്ദം കേൾക്കുകയേ ഉള്ളൂ. എനിക്ക് രാഗങ്ങളൊക്കെ സംഗീതമായിട്ടുള്ള ബന്ധം സംഗീതമാണ് സംഗീതം പോലെ പറ്റുള്ളൂ. കുട്ടപ്പടിക്കൽ പഠിപ്പിച്ച സംഗീതമായിട്ട് ബന്ധമുള്ള ഒന്ന് രണ്ട് കുഴക്കാരുണ്ട്. രാമപണിക്കരുടെ മകൻ അയാൾ പിന്നെ അത് ഇതായിട്ട് നടക്കണമല്ല. അയാളായിരുന്നു ആശ്രത്തിനും അയാൾക്ക് സംഗീതമായിട്ട് ബന്ധമുണ്ട്. അയാൾ ശരിക്കും ഉദ്ദേശം നടക്കുക വെച്ചാൽ ഈ മേളത്തിൽ നല്ലൊരു കുഴക്കാരനായിട്ട് വരികയും ചെയ്യാം. പിന്നെ അതുപോലെ ആ ചേർക്കൻ നാരായണ മകനുണ്ട് ജയപ്രകാശ്, അയാൾക്കും സംഗീതമായിട്ട് അവരും കക്ഷിച്ച് അയാളും ഇതേപോലെ കലാമണ്ഡലത്തില് ശാസ്ത്രീയ പാട്ടിന്റെ ഇതൊക്കെ ആയിട്ട് അയാൾ അങ്ങനെ പോയി. അവർക്കൊക്കെ സമയം കിട്ടുമ്പോ മേളത്തിന് വരാന്നുള്ളതല്ലോ. ഇപ്പൊ അതിപ്പോ നമ്മുടെ ഭാഗത്ത് ഇപ്പൊ നന്ദനം കൊല്ലു അനിക്കൊമ്പത്തെ അനിയിലൊന്നുണ്ട്, ചന്ദ്രവുന്നുണ്ട്. ചന്ദ്രന് കുറച്ച് സംഗീത നന്ദനും ആയാലും അനിയനായാലും അവര് സംഗതി മേളത്തിന് അവര് കൊടുക്കണം. പക്ഷെ സംഗീതമായിട്ടുള്ള ബന്ധം കുറവാണ്. എന്താ പറയില്ല അവർക്കത്. പക്ഷെ പരമാവധി അവരെ ശ്രമിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഈ നല്ല രീതിയിൽ ഊതിയർന്ന പഴയ കുഴൽക്കാര് ആരൊക്കെയാ? പഴയ കുഴക്കാരുണ്ടായിരുന്നു. ഈ എനിക്ക് ഓർമ്മയ്ക്ക് മച്ചി പോയിന്നാരെ മച്ചി ഇഷ്ടപ്പിടിക്കല്, വട്ടക്കാട്ട് വേലായിരുന്നാല്, മറ്റേ മറ്റേ ഒട്ടത്തോട് വേലാരെ പഠിക്കല്, ഇങ്ങനെയുള്ള കുന്നത്ത് ശങ്കുണ്ണി നായര്, പ്രയാള് ശങ്കുണ്ണി നായര്, ശങ്കരൻ നായരോ, അവരൊക്കെ പഴയ കുഴക്കാര്. ആ അന്നത്തെ കുഴലിന്റെ ശബ്ദം ഇന്ന് കേൾക്കാൻ ആ കുഴൽ അവര് അന്തിക്കാട്ട് മൂന്നാല് കുഴക്കാരുണ്ടായിരുന്നു. ഒരു പരമേശ്വരൻ നായർ അവിടെ ഒരു 6-7 അവിടെ എന്താ കഥയുണ്ടോ? ആ ശരിക്കും പഞ്ചാരി മേളത്തിന്റെ ഓളം അവിടെ എങ്ങനെ കിടന്ന ഓളം വെട്ടി കിടന്നിട്ട് അത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഇവരൊക്കെ ഒപ്പം നിന്ന് കൊട്ടിയിരുന്നത് അത്ര പരന്മാരായിരുന്നു. ഇന്നിപ്പോ അതൊക്കെ പോയിരുന്നു. അപ്പൊ അവര് ഇന്നിപ്പോളേ ആസ്വാദകരുടെ നിലവാരം അതിനനുസരിച്ച് താന്നിട്ടില്ലേ? അപ്പൊ പിന്നെ ഇത് മതിയല്ലോ. ആസ്വാദക നിലവാരവും അതിനനുസരിച്ച് താന്നു പോയി. ആസ്വാദകരെ ഇതൊന്നും നോക്കില്ലേ? ഈ കുടലെങ്ങനെയാ മുമ്പ് എങ്ങനെയാ അതൊന്നും നോക്കില്ല. അവരാകെ കുറിച്ചൊരു ബഹളം ചാടി അങ്ങനെ ഈ ആസ്വാദകരാണ് അധികം. മറ്റേ ആസ്വാദകരൊക്കെ അങ്ങനെ മാറി മനസ്സിലാക്കും. അന്ന് ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചേർന്ന ആസ്വാദകർ ധാരാളം. അതെ, ഞാൻ ആ വേദികളെ മീറ്റിങ്ങിന് ഒരു തവണ വന്നപ്പോ വടക്കുള്ളൊരു പട്ടിണി എന്താ പേര് പറഞ്ഞത് എനിക്കിപ്പോ ഓർമ്മയില്ല. ഇവിടെ ഇളങ്ങലൂടെയായിട്ടൊക്കെ പരിചയമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നല്ല പരിചയം എന്തോ ചർച്ചയൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാം, ഞാൻ എല്ലാ കൊല്ലം പൂരത്തിന് വരും, തക്കുളങ്ങനെ വിളക്കിനും വരാറുണ്ട്, മേളം കേൾക്കാൻ വരാറുണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹം പറയാ ഈ പഞ്ചാരി മേളം കേൾക്കാൻ വരാറുണ്ട്. എന്നോട് സ്വകാര്യമായിട്ട് വന്ന് പറഞ്ഞു. അവൻ അവിടെ മേളത്തിനെ പറ്റി സിമ്പോസിയോ അങ്ങനത്തെ ആയിരുന്നു. അതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് മൂപ്പര് പറഞ്ഞത്, ഞാനിങ്ങനെ എല്ലാ കൊല്ലം പൂരത്തിന് വരാറുണ്ട്, തിരുവനന്തപുരത്തും തെക്കമാര് കാശ്മീരി എല്ലാത്തിനും മേളം കേൾക്കാൻ വരാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാര് ഈ വടക്കുന്ന കുറെ ആൾക്കാർ ഈ മേളത്തിനായിട്ട് വരുന്നവരുണ്ട്, മേളം കേൾക്കാൻ വരാറുണ്ട്. അങ്ങനെയാണ് ഈ വടക്കോട്ട് വെച്ച് മേളത്തിന്റെ കുറച്ച് സാര അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അവിടെ പഴയ കാലത്ത് ഇതൊന്നും ഇല്ല. ഈ ഇയാളൊരു ശ്രുതി പഞ്ചാരി ഉണ്ടായി കേൾക്കണം, മട്ടന്നൂര് ശ്രുതി പഞ്ചാരി. എന്നിട്ടാണ് ചിലക്കിലൊക്കെ അവതരിപ്പിച്ചോ. ഈ കണ്ണൂര്
ഒരു രാജഗോപാലക്കിടാവുണ്ട്. അയാള് ഭയങ്കരമായിട്ട് അതിനെ നിർത്തും. ഇവര് തമ്മില് ഒരു 3-4 ലേഖനങ്ങൾ തമ്മില് പറഞ്ഞുകൊണ്ട് അത് ശരിയല്ല ഇയാൾ അസ്വല് വിവരട്ടോ രാജഗോപാലക്കിടാവില്ല. ആ പഞ്ചായത്ത് നാട്ടിൽ ഒരു അസ്വല് വിവരാണ്. അപ്പൊ എന്താ വെച്ചാല് ഇത് വിവരമുള്ള ആൾക്കാരങ്ങാപ്പുറം ഉണ്ട്. അപ്പൊ ഈ പഞ്ചാരിക്ക് ശ്രുതി ഒന്നും ഉണ്ടാക്കണ്ട, അതിന് ശ്രുതി ഉണ്ടെന്നതാണ്. ഒരു ശ്രുതി ഉണ്ട് പഞ്ചാരിക്ക്. ആ ശ്രുതിയാണ് അതിന്റെ ശ്രുതി. അത് വേറെ ഇപ്പൊ ഹാർമോണിയം വെച്ചിട്ടോ അതിനൊരു ശ്രുതിയുണ്ട് പഞ്ചാരിക്ക്. ആ ശ്രുതിയാണ് അതിന്റെ ശ്രുതി. അല്ലാണ്ട് വേറെ ഇത് ശ്രുതി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അയാൾ അസലൊക്കെ എഴുതിട്ടോ അവസാനം അയാൾ ഉണ്ടാണ്ട് പ്രയോഗത്തിൽ നടപ്പാക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ലേ അത്? പഞ്ചാരി എല്ലാം ഒരേ ശ്രുതിയിൽ ഇതേ ഞാൻ കേട്ടു ഒരു തവണ ടിവിയില് റേഡിയോ ആ കേട്ടു. കേട്ടപ്പോ ഈ കുഴലിന്റെ ശബ്ദം രജിസ്റ്ററിലൊക്കെ തറക്കണം ഞാനൊരു ശബ്ദം കേൾക്കാണ്ടല്ലോ. 5-ാമത്തെ കാലമായി. ആ അപ്പൊ ഈ കുഴലിന്റെ ശബ്ദം ചെയ്തിട്ടിങ്ങനെ കുത്തണയായി തോന്നി എനിക്ക്. അല്ലാണ്ട് ഒരു വ്യത്യാസം കണ്ടില്ല. ആ വേണം അങ്ങനെ തവണ ഇത്തിരി കേട്ടു. കഴിയുന്ന പോയി പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വേണം. രാഗം പ്രയോഗിച്ചിരുന്നോ കുഴലിന്റെ ശബ്ദം കേട്ടു പറഞ്ഞല്ലോ. ആ പറഞ്ഞതുപോലെ ഈ രാഗത്തിനെ പറ്റിയും ആൾക്കാർക്ക് അത് അല്ല കുഴലില് പ്രധാനം, താളത്തിന്റെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ രാഗത്തിന്റെ ഇത് കുറഞ്ഞതാവില്ലേ ആൾക്കാർക്ക്. അതൊക്കെ ശ്രദ്ധിക്കണ്ട, താളം കൃത്യമായാ മതി അവര് കണക്കാക്കിയിട്ട് ഇങ്ങനെ കുറഞ്ഞതാവില്ലേ. ഇതേ ഈ പഴയ കാലത്ത് പഞ്ചായത്ത് മുട്ടേണ്ട ആൾക്കാർക്കും തോന്നായുള്ള ഒരു ഇത് വിട്ടൊരു ജാതി വേണം. തോന്നായല്ല, പക്ഷെ അത് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഭംഗി പോവല്ല. അതുണ്ടല്ലേ പഞ്ചായത്ത് പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം പോയിരുന്നോ ആദ്യത്തെ എന്നോട് എല്ലാം പറഞ്ഞ് എടുത്തായിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ പോയില്ല. ഞാൻ തന്നെ ഉണ്ടായത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ പോയില്ല. എന്നിട്ട് അതിനെ പാടിപ്പകർത്താൻ ഒരാളില്ല. ഏകണ്ണ കുറെ ആളെ പാടിപ്പകർത്താൻ അല്ലാണ്ട് ഒരു ചുക്കൂല്ലേ. അപ്പൊ കുഴലിന്റെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ എന്ന് പറഞ്ഞൂല. അതിൽ ഈ രാഗമൊക്കെ വിസ്തരിച്ച അങ്ങനെ ഉണ്ടാ ഒന്നുമില്ല, പേടിക്കാനില്ല. ഒരു വിഷയം ഒരേ ശബ്ദം ഒരേ ശബ്ദം അപ്പൊ ശ്രുതിയല്ലോ. ശ്രുതിയായില്ലേ ഒരു ശബ്ദം. അല്ല അതിപ്പോ കുഴലിന് കൊമ്പിന്റെ ശബ്ദം പറയാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് ഒരു വിശേഷം എനിക്ക്. പിന്നെ വേറെ ഒന്നുണ്ട്, വരന്തല ഒക്കെ ഇനി താഴ്ന്ന വരന്തലയാ ആരംഭിക്കുന്നത്. അപ്പൊ ശ്രുതിക്ക് വേണ്ടിയിട്ടായിരിക്കാന്ന് തോന്നുന്നത്. വരന്തല വിടും വിടും അച്ഛൻ കണ്ടല്ലേ തെക്കൻ നിങ്ങള് എന്ന മാതിരി ശബ്ദം അങ്ങനെയുള്ള അത് ഞാൻ നോക്കി. പിന്നെ രാമൻ പറഞ്ഞു ഈ വലന്തലയുടെയും എലത്താളത്തിന്റെയും ഒരു കൊഴുപ്പ് അദ്ദേഹം പറഞ്ഞു അത്ര. ഈ വലന്തലയുടെയും എലത്താളത്തിന്റെയും കൂടിയിട്ടുള്ള ഒരു കൊഴുപ്പുണ്ടല്ലോ നമ്മുടെ മേളത്തിന്, അത് ഇതില് കാണാനില്ലാന്ന്. അത് അതിന് ഞാൻ പറയാം. ഈ സ്വന്തം പറയാൻ വെച്ചാൽ ഈ ഇളന്തലയുടെ ശബ്ദം ഉണ്ടല്ലോ, ഇളന്തലയുടെ ചെണ്ട ഉണ്ടല്ലോ, ആ ഇളന്തലയുടെ ശബ്ദത്തിൽ ആ ചെണ്ടയുടെ വലന്തലയ്ക്ക് ശബ്ദമല്ലേ അതാണ് അതിന്റെ ശ്രുതി. ഈ ഇളന്തല പൊട്ടുന്ന ഇളന്തലയുടെ വലന്തലയില്ലേ ആ വലന്തലയ്ക്ക് ഒരു ശബ്ദമല്ലേ അതാണ് ആ മേളത്തിന്റെ ശ്രുതി. അത് ശരിയാണ്. അപ്പൊ അതിന്റെ കാര്യമൊക്കെ എല്ലാവരും ഒരുപോലെ ചെണ്ട വലിച്ചു കൂപ്പിച്ച് ആരും കൊണ്ടുണ്ടാവില്ല. ഇതിപ്പോ ചിലവര് പോയാൽ ഉള്ളെങ്കിലും ചെണ്ടെടുത്തോ ശബ്ദവും അത് ശരിക്കും കേൾക്കില്ല. അങ്ങനെയാണപ്പൊ ഈ ഇത് തമ്മിൽ യോജിപ്പില്ലായ അവിടെയാ എന്താ ആൾക്കാരെ കണ്ടു. ഒരു 3 ആളുണ്ടായിരുന്നു, വാസുദേവനും രാമനും കൃഷ്ണനും. ഈ താളം ഇരട്ടി പിടിക്കണല്ലോ എലത്താളം. അതായത് ആ കലാശം കഴിഞ്ഞാൽ ഈ കൊമ്പുണ്ടല്ലോ, അതിനൊപ്പം അതിന് അങ്ങനെ ഇരട്ടി പിടിക്കുമ്പോ അത് കൂടുതൽ ആസ്വാദികരായിട്ട് പോയത് അതുകൊണ്ട് വലിയ കുഴപ്പം തോന്നിയിട്ടില്ലായിരിക്കും. അത് നല്ലതാണ്, അല്ലാതില്ല.
അത് തിരക്കില്ല. അത് കൊമ്പ് എന്റെ ഒപ്പം ഉള്ളോട്ടോ. അത്രേ ഉള്ളൂ. നിർത്തി. അത് നല്ലതാ. അവിടെ ഒരു എല്ലാത്തിനും ഒരു മറവുണ്ടാണ്. നല്ലതാ അത്. അതന്നെ. അതുപോലെ അത് നമുക്ക് മേളത്തിന് മനോധർമ്മത്തിന് എന്തെങ്കിലും പഞ്ചവാദ്യത്തിന് മനോധർമ്മത്തിന് നമുക്ക് പ്രാധാന്യം ഒട്ടും മനോധർമ്മം ഇല്ല എന്ന് പറഞ്ഞാൽ മനോധർമ്മം ഇന്ന് ആ വാക്കിന് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ എടുക്കരുത്. അതായത് എങ്ങനെയാവണം ഈ മേളം നന്നാവണത് പ്രമാണിയുടെ മനോധർമ്മം കൊണ്ടല്ലേ എന്നാണ്. മനോധർമ്മം ഈ പ്രമാണിയുടെ അതേപോലെയുള്ള അതായത് ഇപ്പൊ എല്ലാവരും ഒപ്പം നിർത്തി കൊടുക്കുക എന്നുള്ള ആ ഒരു ചുമതലയാണ്. ഇതെല്ലാവരും ഒരേ ചുമതലയാണ്. അത്രയുള്ള പ്രമാണിക്ക്. അല്ലാണ്ട് പ്രമാണിക്ക് മനോധർമ്മമായിട്ടൊരു ഇല്ല. അല്ല, മനോധർമ്മം എന്ന് പറഞ്ഞാലേ അതായത് ആ വാക്കിന് ഇന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥം എടുക്കരുത്. അതായത് ഇപ്പൊ ഒരു മേളം അപ്പമാരാരുണ്ട് ഇക്കൊല്ലം ചക്കമളങ്ങര കൊട്ടിയ മേളം അതേ ഇതല്ല അടുത്ത കൊല്ലം കൊണ്ടുവന്നത്. ചെറിയ വ്യത്യാസം വരില്ലേ? എന്തെങ്കിലും അപ്പൊ എപ്പ കലാശിക്കണം അല്ലെ എത്ര താളം ഇക്കൊല്ലം നമ്മള് പതികാലം കുഴം പറഞ്ഞിട്ട് 4 കലാശാലി 5 കലാശാലത്തിൽ അഞ്ചാമത്തെ കലാശാലത്തിൽ തീരെടുത്തു. അടുത്ത കൊല്ലം കൊണ്ട് ചിലപ്പോ 4ാമത്തേല് ചിലപ്പോ തീരെടുക്കണം തോന്നി. കുറച്ചുകൂടി കേറി ആ ഒരു മനോധർമ്മം വ്യത്യാസമായിട്ട് കൊണ്ടുണ്ടോ നല്ല ചോദ്യം. സ്വന്തം ഈ അതില്ലാച്ചാൽ മോശാവില്ല തന്നെയാണ്. അത് എന്നെ കൊടുത്തൊരു കാണിക്കാൻ പറ്റില്ലല്ലോ. പഞ്ചവാദ്യത്തിന്റെ കളി പറ്റില്ലല്ലോ. ഇതാണ് ഇവിടെ പാടില്ല എന്നുള്ള ഈ കാലത്ത് ഈ മേളപ്രമാണി എന്നുള്ള നിലയ്ക്ക് അങ്ങ് അനവധി കാലമായി. അപ്പൊ ഈ സഹപ്രവർത്തകരുടെ ഒപ്പമുള്ള പെരുമാറ്റം എങ്ങനെയാ അങ്ങ് ഉണ്ടായിരിക്കുന്നത്? പലരും പല തരാണല്ലോ. അങ്ങ് എങ്ങനെയാ മറ്റുള്ളവരെയൊക്കെ മൊത്തത്തില് പ്രവർത്തകരിൽ നിന്നൊരു ദോഷം ഉണ്ടായിട്ടില്ല. കലാപ്രവർത്തകരെ എന്നോട് യോജിച്ച് നിന്നിട്ടുള്ളവരെ ആണ് അധികം പേരും. അവരോടുള്ള പെരുമാറ്റം എങ്ങനെയാ? പെരുമാറ്റം നമ്മുടെ അങ്ങനെ ചിലർ ഇത്തിരി കർശനവും ചിലർ വളരെ കാണിക്കാറില്ല. പ്രമാണിയാണ് തലക്കരം കാണിച്ചുകൊണ്ട് നടക്കാറില്ല. അത് കാരണം എല്ലാവർക്കും എന്നോട് ഇല്ല. അപ്പൊ അവരൊക്കെ ഒരുമിച്ച് കൊണ്ട് നടക്കാനുള്ള ഒരു കഴിവ് ഈ കിട്ടിയിട്ടില്ല. അത് ഇതുകൊണ്ടാണ് അവരോടുള്ള ആ പെരുമാറ്റം, അവര് എന്നോടുള്ള ഒരു സ്നേഹം. ആ നിലയ്ക്ക് ഇന്നേ അതിനൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ സഹചര്യത്തിന് സ്നേഹത്തിൽ നിന്നുള്ള ഒരു ബഹുമാനം അതാണ്. അതിനാണ് ഞാൻ തലക്കരം കാണിക്കാറില്ല. ഞാനൊരു പ്രമാണിയാണ്. എന്താ നിങ്ങൾക്ക് ആൾക്കാർക്ക് പറയാൻ പറ്റില്ല. അതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊരു തൊഴില് എന്നുള്ള നിലയ്ക്ക് ഈ കൊട്ടിന്റെ ഇടയില് ആസ്വാദനം എത്ര ഉണ്ട് നടക്കേണ്ടത്? ആസ്വാദനം ഉണ്ട് ധാരാളം. ആസ്വാദനം ഈ കൊട്ടുന്നവരെന്നെ അതിൽ ആസ്വദിക്കാറുണ്ട്. അതില്ലെങ്കിൽ ഇത് നേരെയാവില്ല. ഈ നമ്മൾ ഈ കൊട്ടുന്നത് അവനവൻ തന്നെ ആസ്വദിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നേരെയാവാൻ പറ്റണം. അതതിന്റെ അഞ്ചാമത്തെ കാലം വെച്ചായാല് എനിക്കിങ്ങനെ നിന്നിട്ട് ഉറങ്ങാൻ തോന്നില്ല. അഞ്ചാമത്തെ കാലം കൊട്ടി തുടങ്ങിയ കുഴ മറന്നാ പിന്നെ കണ്ണങ്ങനെ അറിഞ്ഞു പോകും. അതിനെ ലയിക്കാറുണ്ട്. ചിലപ്പോ അങ്ങനെ തോന്നാറുണ്ട് എനിക്ക്. അല്ല ഞാൻ ഇതന്നെ അങ്ങനെ വന്നാൽ അതിൽ അവതാൻ പറ്റില്ലേ? അങ്ങനെ വന്നാൽ ഇപ്പൊ അതായത് ആ അവസ്ഥ കുറച്ചും കൂടി മുമ്പാക്കാൻ പോയാൽ മാരാരും ഈ മറ്റേ ആസ്വാദകന്റെ നിലയിലേക്ക് എത്തില്ലേ? കൊട്ട് കഴിയുന്ന അപ്പൊ പരിധി വിട്ടല്ലേ അത് ലയനം പരിപൂർണ്ണമായാല് അപ്പമാരെ ആസ്വാദകന്റെ നിലവാരത്തിലേക്ക് എന്റെ ലയിച്ചു പോകും. അപ്പൊ കൊട്ട് കഴിഞ്ഞ് അത് അത് ഒരു ആസ്വാദകൻ ആസ്വദിക്കുന്നിടത്തോളം മാരാർക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? നമ്മളിതിനെ പുറത്തു നിന്ന് ആസ്വദിക്കണം. അങ്ങയുടെ ഞാൻ ആസ്വദിക്കണം. ഞാൻ
ആസ്വദിക്കുമ്പോ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, മേളം ആസ്വദിക്കുക മാത്രമേ വേണ്ടൂ. അങ്ങനെയൊക്കെ ആവുമ്പോ കൊട്ടേ വേണം, അത് ശരിക്കും എന്ത് ലയിച്ചു തരണതാണ്. അത് ശരി. അതാണ് ഒരു വൈക്ക് മൂലത് അത് ശരിക്കും അത് ലയിച്ചതാ. മനസ്സിലായില്ല, നമ്മളാ പദാർത്ഥം പ്രാപിച്ചിട്ടുള്ളതാണ്. അത് മേളത്തിന്റെ സമയമായി കഴിഞ്ഞാല് ചോദ്യത അത് വേറെ മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് അത് ഇപ്പൊ ഈ ജന്മന അല്ലെങ്കിൽ അതുകൊണ്ട് ആരും മനസ്സിലാവണം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആസ്വദിക്കാൻ പറ്റില്ല. അത് പറ്റില്ല. അത് ആസ്വദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് അതിനൊരു ഉദാഹരണം ഇതിന് പറയണ്ടേ, ഡ്രൈവർ കാർ ഓടിക്കുന്നത് ആസ്വദിച്ച് ഓടിച്ചാൽ മുമ്പാക്കാൻ പോവില്ല. അതിന് മുമ്പ് അതിന് പറ്റിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ആ പറഞ്ഞ കേട്ടോ, നമ്മളിത് ആസ്വാദനം കൂടി പോയാൽ അത് എന്നാലും എന്റെ ഒരു ഈ മേളം കൊട്ടുമ്പോ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നിർവൃതി തോന്നിയിട്ടുള്ള സ്ഥലം എവിടെയാ? ഏറ്റവും കൂടുതൽ നല്ലോണം മേളം കൊട്ടിയിട്ട് ഒരു അത് ആ മേളത്തിന്റെ ആ പോക്കുണ്ടല്ലോ, ആ മേളത്തിന്റെ ആ പോക്ക് ശരിക്കും പോണേന്ന് വെച്ചാൽ നമുക്കതൊരു നിർവൃതിയായിട്ട് പോകും. അതല്ല, അത് തെറ്റിയ പോണേച്ചാലോ അതൊരു വിഷമങ്ങൾ തരും. അതായത് നമുക്ക് ആസ്വദിക്കാനുള്ള കഴിവ് കുറയും. അത് പോകും. ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട് പറഞ്ഞത് ചില സന്ദർഭങ്ങളില് ഈ കുഴക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് മനസ്സിലെത്താതെയുണ്ട് ചില സന്ദർഭങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ പിരിന്നൊക്കെ അത് കുറച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് ഒന്ന് രണ്ട് തവണ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ആ നിർവൃതി അവിടെ മനസ്സിലായില്ല. അതിനാണ് അപ്പൊ എല്ലാം കൂടി യോജിച്ച് അതങ്ങനെ ശരിക്കും അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ അതിന് നമ്മളതിൽ ലയിക്കുകയുള്ളൂ, അതിന് നിർവൃതി നമുക്ക് ഉണ്ടാവുള്ളൂ. അതാണ്